Hello friends, welcome to my channel. This is Sadya Special Kaalan. Nalla tasty ആയിട്ടും സിമ്പിൾ ആയിട്ടും എങ്ങനെയാണ് ഈ ഒരു കുറുക്ക് കാളൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പലരും പല രീതിയിലായിരിക്കും കാളൻ ഉണ്ടാക്കുന്നത്. ചിലർ കായ വെച്ച് മാത്രം അതുപോലെ ചേന വെച്ച് മാത്രം കാളൻ ഉണ്ടാക്കുന്നവരുണ്ടാവും. നമ്മൾ ഇന്ന് ഇവിടെ കായും ചേനയും വെച്ചിട്ടാണ് കാളൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് രണ്ട് കായ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് ചേനയും എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ കായയുടെ രണ്ട് അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം തൊലി പൊളിക്കുന്നതിനായിട്ട് കത്തി വെച്ചത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് കത്തിയുടെ ആ തുമ്പ് വെച്ചിട്ട് ഒന്ന് അടർത്തി കൊടുത്തു കഴിഞ്ഞാൽ കൈ കൊണ്ട് നമുക്ക് തൊലി എളുപ്പത്തിന് പൊളിച്ചു മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പൊളിച്ചു മാറ്റുന്ന തൊലി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപ്പേരി വെക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല, നമുക്കത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കായയുടെ തൊലിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടുകെ കീറിയതിന് ശേഷം ചെരിച്ച് കട്ട് ചെയ്ത് ഒരിത്തിരി കട്ടിക്ക് നമുക്കത് മുറിച്ചെടുക്കണം. അങ്ങനെ കായൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കറുത്തു പോകും. അതുപോലെ അതിൻ്റെ ആ ഒരു കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ചേന എടുത്തിട്ട് അതും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചേന ഒത്തിരി വലിയ വലിയ പീസുകളാക്കാതെ ചെറിയ പീസുകളാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമാണ് കായയും ചേനയും ഒരുമിച്ചിട്ടിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുള്ളൂ. അങ്ങനെ കായും ചേനയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് കായും ഒരു ചെറിയ പീസ് ചേനയും ഇത് രണ്ടും വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകുക. എന്നിട്ട് വെള്ളം വാർത്ത് നമുക്കൊരു ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ചേന നമുക്ക് സെപ്പറേറ്റ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല വേവ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകുമാണ്. അപ്പോൾ ഈ കറിവേപ്പിലയും പച്ചമുളകും അതിലിട്ടിട്ട് അത് വെന്ത് വരുമ്പോൾ നല്ല അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ചേനയിലും കായലും പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് ഇതൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. നാളികേരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് നാളികേരം ചിരകിയതും 1/4 കപ്പ് തൈരും ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ 1/4 കപ്പ് എടുക്കേണ്ട, അതിനും കുറച്ച് എടുത്താൽ മതി. ഇത് മീഡിയം പുളിയുള്ള തൈരായതുകൊണ്ടാണ് 1/4 കപ്പ് ഞാൻ എടുത്തത്. അതിനുശേഷം അതിലേക്ക് 4 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് 2-3 പ്രാവശ്യമായി നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒന്നിച്ചിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ അത് ചിലപ്പോൾ നല്ല ഫൈനായിട്ട് അരഞ്ഞു വരില്ല. അതുകൊണ്ടാണ് 2-3 പ്രാവശ്യമായിട്ട് ഇത് അരച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ നാളികേരത്തിൻ്റെ അരപ്പ് കൂടെ റെഡിയായി. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് 2-3 പ്രാവശ്യം അരച്ചത് ഒരുമിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കായും ചേനയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാളനിൽ ഇങ്ങനെ കഷ്ണങ്ങളായി കിടക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ കായ നന്നായി വെന്തിട്ടുണ്ട്, അതുപോലെ ചേനയും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി വേവ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുത്താൽ മതി. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മഞ്ഞൾ കളർ ഒരിത്തിരി കുറവ് തോന്നിയുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായി ഒന്ന് കട്ടിയാവുന്ന പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് തിള വന്നാൽ മതി. ഇനി നമുക്ക് ഇത് കാച്ചാനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് വേണം നമ്മൾ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഉലുവ ഒരുപാടാവണ്ട, അപ്പോൾ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 3 വറ്റൽമുളക്, കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നമ്മുടെ കാളിന് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമ്മുടെ കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാളൻ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കുറുക്ക് കാളൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.